തിരുവനന്തപുരത്ത് വനിതാ IT ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടാതെ പോലീസ്. കഴക്കൂട്ടം സ്വദേശികളായ KB ബിനിത, G ഐശ്വര്യ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ചെങ്കോട്ടുകോണം സ്വദേശി ബോംബെ കുമാർ എന്ന് വിളിക്കുന്ന വിജയകുമാറിനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത്. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാവാത്തത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയാണെന്ന് വ്യാപക ആക്ഷേപം ഉയർന്നു. കഴക്കൂട്ടം ചെങ്കോട്ടുകോണത്തെ പൗർണമി ഗാർഡൻസിൽ റോഡ് ടാറിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വനിതാ ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. 50ഓളം വീടുകളുള്ള ഈ ഭാഗത്തെ പൊതുവഴി റിയൽ എസ്റ്റേറ്റുകാരനായ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഗതാഗത യോഗ്യമല്ലാത്ത റോഡ് ടാറിംഗ് ചെയ്യുന്നതിനായി വിജയകുമാറിന്റെ അനുമതി വേണം. സ്ഥലം MLAയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചെങ്കിലും വിജയകുമാർ അനുമതി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ടതും MLAയുടെ മുന്നിൽ പരാതി അവതരിപ്പിച്ചതുമാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. അയാൾ വന്നിട്ട് ഈ സ്കൂട്ടറിൽ ഇങ്ങ് വന്നിട്ട് നിർത്തടാ വണ്ടി എന്ന് പറഞ്ഞ് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. ഞാൻ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനിതയും സുജിത്തും സ്കൂട്ടറിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവരുടെ തൊട്ടടുത്ത് വന്ന് ഒരു കൈ അകലം പോലും ഇല്ലാത്ത രീതിയിൽ വന്നിരുന്നിട്ട് അയാൾ വേണ്ടാത്ത രീതിയിലുള്ള ലൈംഗിക ചേഷ്ടകളും കാണിച്ച് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച്, അതും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെ ഉപയോഗിച്ച് വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് അസഭ്യം എന്ന് പറയുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞിരുന്നത്. തർക്കത്തിനിടെ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി. ഇതിനിടെ അതിക്രമം തടയാനെത്തിയ റെസിഡൻസ് ഭാരവാഹികളെയും അതിക്രമിക്കാൻ ശ്രമമുണ്ടായി. വിജയകുമാർ സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നും തങ്ങൾ വധഭീഷണി നേരിടുന്നതായും ഇരുവരും പരാതിയിൽ പറയുന്നു. ഇന്നിപ്പോൾ 2 ദിവസത്തിൽ കൂടുതലായി ഇതുവരെ ആ പ്രതിയെ പിടിച്ചിട്ടില്ല. അത് മാത്രമല്ല, അയാൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ച് വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ ചെറിയ പെണ്ണ് കേസിലൊന്നും ജയിലിൽ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാ വീടുകളും കയറി ആൾക്കാരെ വെട്ടി കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ ജയിലിൽ പോവുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകാനെത്തിയപ്പോൾ ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. പോത്തൻകോട് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ് വിജയകുമാർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.